ഡേ 2 ഞങ്ങൾ ഡൊമസ്റ്റിക് എയർപോർട്ടിൽ വന്നതാണ്. ഞങ്ങൾ ട്രിപ്പ് ഇനി നേരെ പമുക്കല്ലേക്കാണ്. അപ്പം അതിനുവേണ്ടി ഡൊമസ്റ്റിക്കിൽ വന്നതാണ്. ഇന്നലെ നൈറ്റ് ആകെ ഉറങ്ങിയത് ഒരു 1 hour. അതിൻ്റെ ക്ഷീണമുണ്ട്. പോയിട്ട് വരാം. ഞങ്ങൾ വന്ന എയർപോർട്ടാണ്. ഡെൻസിൽ എന്ന് പറഞ്ഞ പ്ലേസാണ്. നല്ല ഭംഗിയുള്ള സ്ഥലം കേട്ടോ. അടിപൊളി. നല്ല തണുപ്പും നല്ല തണുപ്പുണ്ട്. ഇതിന്റെ എയർപോർട്ട് അങ്ങനെ ഞങ്ങള് ഡെൻസിൽ എന്ന് പറഞ്ഞ എയർപോർട്ടിലെത്തി. പെട്ടിരിക്കുക. ഒന്നും പറയണ്ട. ഭാഷ അറിഞ്ഞൂടാ. ഞങ്ങളുടെ ഒരു ലഗേജ് മിസ്സിങ്. വന്ന ഫ്ലൈറ്റില് അതിന്റെ എന്തോ ലോക്ക് ഓപ്പൺ ആവാനുള്ള ടെക്നിക്കൽ എററെന്നും പറഞ്ഞേ. ഇനി അതിന്റെ സർവീസിന്റെ ആള് വന്ന് അത് ലോക്ക് ഓപ്പൺ ചെയ്താൽ മാത്രമേ ഞങ്ങൾക്ക് പോകാൻ പറ്റത്തുള്ളൂ. 1 മണിക്കൂറാണ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഇനി അറിയില്ല എത്ര നേരം വെയിറ്റ് ചെയ്യണമെന്ന്. ഒരു കുഞ്ഞ എയർപോർട്ട്. എല്ലാവരും ടർക്കിഷ് മാത്രമേ സംസാരിക്കുന്നുള്ളൂ. ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഒക്കെ ഇട്ടാണ് ഇത്രയൊക്കെ മനസ്സിലാക്കി എടുത്തത്. എനിവേ ഒരു 3-4 വേറെ ഫാമിലീസും ഉണ്ട് ബാഗേജ് കിട്ടാതെ. ഞങ്ങളുടെ എല്ലാ ബാഗ് കിട്ടി. ഒരൊറ്റ ബാഗും കൂടെ കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇപ്പോൾ പോകാമായിരുന്നു. എനിവേ ഇവിടെ വെയിറ്റിംഗ് ആണ്. അപ്പൊ ഡേ 2 ഇങ്ങനെ തുടങ്ങി. ഇന്നലെ ശരിക്കും ഒരു നല്ല ഒരു സൈനോട്ടും റൂമൊക്കെ കാണിക്കണമെന്നുണ്ടായിരുന്നു. ഒന്നും നടന്നില്ല. കാരണം നല്ല ടയർഡായിരുന്നു. ഞങ്ങളൊരു 11:30 ഒക്കെ ആയി റൂമിലെത്തിയപ്പോൾ. അപ്പോഴത്തേക്കും റെസ്റ്റോറൻ്റ് ഒക്കെ ക്ലോസ് ആയി. പിന്നെ പുറത്ത് പോയി ഫുഡൊക്കെ മേടിച്ചേ. നമുക്ക് ഈ ലാംഗ്വേജ് അറിയാത്തതുകൊണ്ടും ഈ കറൻസിയുടെ ഒരു ഇതും ഇവര് നല്ല പോലെ ചൂഷണം ചെയ്യുന്നുണ്ട്. അപ്പൊ സൂക്ഷിച്ചില്ലെങ്കിൽ നമുക്ക് ഒത്തിരി നഷ്ടം വരും. അതെല്ലാം കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് ഒരു കിടന്നപ്പോ 1:30 തിരിച്ച് ഇന്നത്തെ ഫ്ലൈറ്റ് 4 മണിക്കായിരുന്നു. അതിന് ഞങ്ങളൊരു 4:30 അവിടെ നിന്ന് ഇറങ്ങി. 7:45 ഫ്ലൈറ്റ്. അപ്പൊ അതിൽ കയറി ഇവിടെ എത്തി. എന്തായാലും ഇനി ഇവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ പോകാനായിട്ട്. പക്ഷെ വെയിറ്റിംഗ് ആണ്. ഇനി അടുത്ത സ്ഥലം പമുക്കലെ. നല്ലൊരു ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ്. അങ്ങോട്ടാണ് പോകേണ്ട. പക്ഷേ ഞങ്ങള് ഡെൻസിൽ എയർപോർട്ടിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. കാരണം ഞങ്ങളുടെ ബാഗ് വന്നില്ല. ഇവര് ശരിക്കും ഞങ്ങളെ പറ്റിക്കുക ചെയ്ത്. ഇവരാദ്യം പറഞ്ഞു ടെക്നിക്കൽ ഇഷ്യൂ ആണെന്നൊക്കെ പറഞ്ഞെങ്കിലും പിന്നെ ഞങ്ങൾക്ക് മനസ്സിലായി ഇത് ഇസ്താംബുളിൽ നിന്ന് എയർലൈൻസിൽ കയറ്റിയിട്ടുണ്ടായിരുന്നില്ല ഞങ്ങളുടെ ബാഗ്. എനിവേ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ എത്രയും പെട്ടെന്ന് തന്നെ ബാഗേജ് ക്ലെയിം ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പം അവിടെ വെച്ചിട്ട് തന്നെ നിങ്ങൾക്കൊരു ട്രാക്ക് നമ്പർ കിട്ടും. ആ നമ്പർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും എവിടെയാണ് നിങ്ങളുടെ ബാഗേജ് കറൻ്റ്ലി ഉള്ളത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഞങ്ങൾ വിചാരിച്ചാൽ ഞങ്ങളുടെ ടൂർ ഗൈഡും ഞങ്ങൾക്ക് വേണ്ടി കുറച്ച് പേര് പുറത്ത് വെയിറ്റിങ്ങുമാണ്. അപ്പോൾ നമ്മൾ എന്തായാലും യാത്ര കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ എയർപോർട്ടിൽ നിന്ന് അവർ പറഞ്ഞു ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നിടത്ത് രാത്രി ഞങ്ങളുടെ ബാഗേജ് എത്തിക്കാമെന്നും പറഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ ടൂർ ഗൈഡ് വന്ന് സംസാരിച്ചു. അങ്ങനെ എന്തായാലും ഞങ്ങൾ യാത്ര കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു. എനിവേ ഇങ്ങനത്തെ ഇതുപോലുള്ള സിറ്റുവേഷനുകൾ എപ്പോൾ വേണമെങ്കിലും വരാം. അപ്പം ഓർത്തിരിക്കുക, ബാഗേജ് ക്ലെയിം ഫോം ഫില്ല് ചെയ്യുന്ന കാര്യം എത്രയും പെട്ടെന്ന് ചെയ്യേണ്ട കാര്യമാണ്. അതിൻ്റെ ട്രാക്ക് നമ്പരും സൂക്ഷിച്ചു വയ്ക്കുക. എന്തായാലും ഞങ്ങളുടെ യാത്ര കണ്ടിന്യൂ ചെയ്യാണ്. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് പ്ലേസിലേക്ക് പോവാണ്. ഡെൻസിലിൽ നിന്ന് നേരെ ഇവിടെ ഈ നാച്ചുറൽ സ്റ്റോൺസ് ഒക്കെ വെച്ചിട്ട് ഓർണമെന്റ്സും അതുപോലെ ചെയിൻ, ഒത്തിരി വെറൈറ്റി ആയിട്ടുള്ള സ്റ്റാച്യൂസ് നിങ്ങൾ പല വീടുകളിലും പോകുമ്പോൾ കാണാം. ചിലവർ ഈ അന്ധവിശ്വാസമാണോ എന്താ അത് ഓരോരുത്തരുടെ വിശ്വാസമാണല്ലോ. അപ്പം ആനയെ മേടിച്ചു വെക്കാറുണ്ട്. അതുപോലെ തവള, പിന്നെ മുയല്, ഇതിനൊക്കെ എല്ലാം ബിഹൈൻഡ് കുറച്ച് സ്റ്റോറീസ് ഉണ്ട്.
ആനയെ വെച്ച് കഴിഞ്ഞാൽ ഐശ്വര്യം, അങ്ങനത്തെ സംഭവം. തവളയെ മേടിച്ചു കഴിഞ്ഞാൽ നല്ല പണം കിട്ടും. റാബിറ്റിനെ മേടിച്ചു വെച്ച് കഴിഞ്ഞാൽ അതുപോലെ കുഞ്ഞുങ്ങളുണ്ടാകും. ഇതൊക്കെയാണ് ആ വിശ്വാസം ഇവിടെയുണ്ട്. ഞങ്ങൾ ആ സ്റ്റോൺ ഷോപ്പിൽ പോയപ്പം അവിടെ ഉള്ളവര് ഇതൊക്കെ പറയുന്ന കേട്ടു. അപ്പം എല്ലായിടത്തും ഇതുപോലത്തെ വിശ്വാസങ്ങളും കാര്യങ്ങളും ഉണ്ട്. അത് കമന്റ് ചെയ്യാൻ നമ്മൾ ആരുമല്ല, എല്ലാവർക്കും അവരവരുടെ വിശ്വാസങ്ങളാണ്. എനിവേ, അത് കുറച്ചൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. എന്തായാലും ഞങ്ങളുടെ ബാഗ് പോയത് കാരണം എല്ലാരും ആകെ ഒരു ശോകമുഖമായിരുന്നു വണ്ടിയിൽ. ആരും ഒന്നും ആ ഫസ്റ്റ് ഡേയുടെ ഒരു എനർജി ഒന്നും സെക്കൻഡ് ഡേ ഒന്നും എല്ലാരും ടയേർഡായിരുന്നു. എന്തായാലും ഞങ്ങള് യാത്ര കണ്ടിന്യൂ ചെയ്യാന്ന് വിചാരിച്ചു. ബാഗ് കിട്ടും എന്ന പ്രതീക്ഷയിൽ. മെയിനായിട്ട് ഇവര് പറയുന്നത് പലതും മനസ്സിലാവുന്നില്ല. നമ്മൾ അങ്ങോട്ട് പറയുന്നത് അവർക്ക് മനസ്സിലാവുന്നില്ല. നമ്മൾ എത്ര ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്താലും അതൊരു ഡിഫിക്കൽട്ട് ആണ്. എന്തായാലും നമ്മുടെ ഗൈഡ് എയർപോർട്ടിൽ സംസാരിച്ചു. പുള്ളിയും പക്ഷെ ഒരു കൺഫേം പറഞ്ഞില്ല. ഇന്ന് ഇന്ന് കിട്ടും എന്നുള്ള രീതിയിലാണ് പുള്ളി പിന്നീട് പറഞ്ഞത്. എന്തായാലും അപ്പം നമ്മൾ ഇതെല്ലാം കിട്ടും എന്ന പ്രതീക്ഷയോടെ ഞങ്ങൾ അടുത്ത സ്ഥലത്തിലേക്ക് പോവുകയായിരുന്നു. എന്തായാലും വളരെ മനോഹരമായ കുറച്ച് സ്ഥലങ്ങളാണ് കാണാൻ കഴിഞ്ഞത്. ചിലയിടത്തെത്തുമ്പോൾ ഭയങ്കര ഡ്രൈനെസ് ആയിട്ടുള്ള സ്ഥലം, അപ്പൊ തോന്നും മിഡിൽ ഈസ്റ്റ് ആണോ. ചിലയിടത്തെത്തുമ്പം നല്ല ഈ കാണുന്ന മഞ്ഞുമലയും മഞ്ഞ് വീഴുന്ന പോലത്തെ ഒരു പ്രത്യേക ക്ലൈമറ്റും എല്ലാം കാണുമ്പോൾ നമുക്ക് തോന്നും ഇത് ഹിമാചലിന്റെ അല്ലെങ്കിൽ കാശ്മീരിന്റെ അതുപോലുള്ള ഒരു ഭംഗിയാണല്ലോ എന്ന് തോന്നും. എന്തായാലും വലിയൊരു നല്ലൊരു അനുഭവമാണ് ഇവിടുന്ന് ഉണ്ടായത്. ചിലപ്പോൾ മിഡിൽ ഈസ്റ്റിന് ഓർമ്മ വന്നു, ചിലപ്പോൾ നമ്മുടെ നാടിന് ഓർമ്മ വന്നു, ചിലപ്പോൾ നമ്മുടെ UK ക്ലൈമറ്റും അതുപോലുള്ള കാര്യങ്ങൾ. ഇപ്പോഴും പുറത്ത് 0 ഡിഗ്രിയാണ്, എന്നാലും സണ്ണുണ്ട്. നമുക്ക് അത്രത്തോളം തണുപ്പ് അറിയുന്നില്ല. എന്തായാലും ഒരു വലിയ എക്സ്പീരിയൻസ് ആണ്. തുർക്കി എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ്. ഞങ്ങളുടെ ഫസ്റ്റ് സ്ഥലം എത്തി. അങ്ങനെ നമുക്ക് നാച്ചുറൽ സ്റ്റോണിന്റെ ഓർണമെന്റ്സ് മേക്ക് ചെയ്യുന്ന സ്ഥലത്തിലേക്ക് പോകാം. അപ്പം അവിടെ ഗൈഡും അവിടെയുള്ള ജീവനക്കാരൊക്കെ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു തന്നു. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കണ്ടു നോക്കാം അതെന്തൊക്കെയാണെന്ന്. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകാം. Mix is from copper mineral and it's regularizes your blood pressure, and this is a fossil mix. In that one you have insect fossilize and also sea-shell fossilize. This is a high transparent stone, unusual stone, and this stone is very good for allergies like eczema, asthma, skin problems. You can use it. We have different animals. They have all the meaning in Turkey. If you want to live a long time, the turtle is for a long life. For a healthy life is the camel. Dolphin is for love. Elephant for happy family. And if you want to be rich, the frog is for money. In Turkey, we put a small money under the frog, and we believe that it will bring us more money. You can do also like that. And now I want to show you another stone, very interesting stone. This is the sultanite stone. Sultanite stone you find only in Turkey in the world. It's a unique stone, a precious stone, and also amazing stone because this stone changes color according with the light. With different light you have different color. Outside, inside, in the evening when it's raining, the color is changing. When you are inside, the stone is green inside. Outside in the daylight, automatically the color will changing like that. You can see this is amazing. പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. മെയിനായിട്ട് ഈ റിച്ച്നെസ് ആവാൻ വേണ്ടിയിട്ട് തവള മേടിക്കുന്ന കാര്യവും, പിന്നെ അവിടുത്തെ ഗ്ലാസ്സുകൾ നമ്മൾ പണ്ട് മൂവീസിലൊക്കെ കണ്ട പോലെ ഇപ്പം പോയിസൺ ഉണ്ടെങ്കിൽ ഗ്ലാസ് പൊട്ടിപ്പോവും, അങ്ങനത്തെ ആ സംഭവം. പിന്നെ അതുപോലെ ഓരോ അസുഖങ്ങൾക്ക് എന്തൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത്, ഏതൊക്കെ ഗ്ലാസ് യൂസ് ചെയ്താൽ നല്ലതായിരിക്കും. എന്തായാലും അലീന അജേഷും കൂടെ പണക്കാരാവാൻ വേണ്ടി തവള മേടിച്ചു. എല്ലാത്തിനും കത്തി റേറ്റ് ആണ്, നമ്മളെ കയ്യിൽ നിൽക്കുന്ന റേറ്റ് ഒന്നുമല്ല. എന്തായാലും ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പം ചിലതൊന്നും ഒറിജിനൽ അല്ല എന്നാണ് പറയുന്നത്. ഇവര് മെയിനായിട്ട് ഏറ്റവും വില കൂട്ടി വിൽക്കുന്ന സാധനം ഈ അതായത് അവർ പറഞ്ഞായിരുന്നില്ലേ, ലൈറ്റില് ഡിഫറെന്റ് ലൈറ്റില് സൺലൈറ്റില് ഡിഫറെന്റ് കളർ കാണിക്കും എന്നുള്ളത്.
അങ്ങനത്തെ സ്റ്റോൺ ഉണ്ട് തുർക്കിയിൽ. പക്ഷെ ഇത് ഒറിജിനൽ ആണോ അല്ലേന്ന് അറിയില്ല. എന്തായാലും ഇവര് ഒരു സർട്ടിഫിക്കറ്റ് ഒക്കെ തന്നു. അലീനയും അജേഷും കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു, ഞങ്ങളും മേടിച്ചു. എന്തായാലും നല്ല എക്സ്പെൻസീവ് ആണ്. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മേടിക്കുക, ആവശ്യമില്ലെങ്കിൽ മേടിക്കാതിരിക്കുക. നമുക്ക് കാണുമ്പോൾ ചില സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് തോന്നും. എനിവേ ഡിപ്പെൻസ്, നിങ്ങളുടെ ഇഷ്ടങ്ങളാണ്. എന്തായാലും ഇത് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല നല്ല ക്രാഫ്റ്റ് വർക്കും അങ്ങനത്തെയൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഒത്തിരി ഇഷ്ടപ്പെടും. അപ്പം സോ സ്കിപ്പ് ചെയ്യണ്ട. ഇത് ടൂർ പാക്കേജിൽ ഉള്ള ഒരു ഓപ്ഷനാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് കയറണ്ടെന്ന് വെക്കാം. ഞങ്ങൾക്ക് നല്ലതായിട്ട് തോന്നി. കുറച്ച് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇനി നല്ല നാച്ചുറൽ സ്റ്റോണിൽ അത് ചെയ്തെടുത്തിരിക്കുന്ന കാണുമ്പോൾ ഡിഫറെന്റ് കളേഴ്സ്, ഇപ്പൊ കോപ്പറും അല്ലെങ്കിൽ കാൽഷ്യവും അങ്ങനത്തെ മിക്സഡ് കളർ വരുന്നതൊക്കെ കാണുമ്പം ഒരു പ്രത്യേക ഭംഗിയാണ്. അപ്പം ഇഷ്ടമുണ്ടെങ്കിൽ മേടിക്കുക, അല്ലെങ്കിൽ മേടിക്കണ്ട. അങ്ങനെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനാണ് പോയത്. തൊട്ടടുത്ത് തന്നെയായിരുന്നു. നല്ല അടിപൊളി ആംബിയൻസ് ഉള്ള ഒരു അടിപൊളി റെസ്റ്റോറൻ്റ് ആയിരുന്നു. ബൊഫേ ആയിരുന്നു. എനിക്കെന്തായാലും വലുതായിട്ടൊന്നും കഴിക്കാൻ പറ്റിയില്ല. ചില ഫുഡൊക്കെ നല്ലതാണ്, ചിലതിനാണെങ്കിൽ ഉപ്പുമില്ല മുളകുമില്ല, അങ്ങനത്തെ ഒരു ടേസ്റ്റ്. ചിലത് നല്ല സ്പൈസിയാണ്. കുറച്ച് ഇഷ്ടപ്പെടുന്ന കൈൻഡ് ഓഫ് ഫുഡാണ്. പക്ഷെ എല്ലാവരുടെയും ടേസ്റ്റിന് പിടിക്കുമെന്ന് അറിയില്ല. കുറെയൊക്കെ ടേസ്റ്റ് ചെയ്തു. എന്തായാലും ഇത് നമ്മുടെ നാട്ടിലെ നെയ്ച്ചോറ് പോലത്തെ ഒരു കൈൻഡ് ഓഫ് റൈസ്. ഇത് വന്നിട്ടാണെങ്കിൽ ഒരു ചിക്കൻ്റെ ഒരു ഇതായിരുന്നു. ഇതും ചിക്കൻ്റെ ഒരു സംഭവമാണ്. ചിക്കൻ നഗറ്റ്സ് വെള്ളത്തിൽ കറിയിലിട്ട എങ്ങനെ ഇരിക്കും അതുപോലെ ഉണ്ടായിരുന്നു. ഇത് ചിക്ക് പീസ് കറി. ഇത് നമ്മുടെ പൊട്ടറ്റയും എല്ലാ വെജീസ് എല്ലാം കൂടെയുള്ള ഒരു സംഭവമായിരുന്നു. ഇത് ചട്നി, ഇത് സ്പഗട്ടി. പിന്നെ അടുത്ത് ഇവിടെ കുറെ സലാഡും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഒരു വെറൈറ്റി. ഇതൊക്കെ നല്ല സ്പൈസി ആയിരുന്നു. എനിക്ക് കുറച്ച് സ്പൈസി ഇഷ്ടമാണ്. അതുകൊണ്ട് അങ്ങനത്തെ അച്ചാർ പോലത്തെ ഐറ്റംസ് എല്ലാം ഞാൻ കഴിച്ചു നോക്കിയായിരുന്നു, ടേസ്റ്റ് ചെയ്തായിരുന്നു. പക്ഷെ ലാസ്റ്റ് അവസാനം കുറച്ച് നമ്മുടെ തൈരും ചോറും ഇതായിരിക്കുന്നത് ഈ സാധനം കൂട്ടിയാണ് ഫുഡ് കഴിച്ചത്. എന്തായാലും അവിടുത്തെ ഡെസേർട്ടൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു. ഒത്തിരി എന്ന് പറഞ്ഞാൽ ഒത്തിരി ഡെസേർട്ട് ഉണ്ടായിരുന്നു. ഒന്നും അങ്ങനെ കഴിക്കാനായിട്ട് തോന്നിയില്ല. ഒത്തിരി സാധനം കണ്ടിട്ടാണെന്ന് തോന്നുന്നു എന്തായാലും. പക്ഷെ ബാക്കി അലീനയും അജേഷും ആനിയും ഒത്തിരി ട്രൈ ചെയ്തു. ലേക്കുട്ടി പിന്നെ ഒന്ന് കഴിക്കാത്തത് കൊണ്ട് നമുക്ക് ഒത്തിരി നിർബന്ധിക്കാൻ പറ്റില്ല. എന്തായാലും അവിടുന്ന് നല്ല ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളുടെ യാത്ര തുടരുകയാണ്. ഇനി നെക്സ്റ്റ് പോകുന്നതാണ് നമ്മുടെ പമുക്കലെ. ഇതും പമുക്കലയുടെ പാർട്ടായിട്ടുള്ള സ്ഥലങ്ങളാണ്. എന്തായാലും ഞങ്ങൾ അവിടം വരെ എത്തിയില്ല. ഈ വീഡിയോയിൽ അതും കൂടെ വന്നു കഴിഞ്ഞാൽ ഒത്തിരി ലെങ്തി ആയിപ്പോവും. അപ്പം നെക്സ്റ്റ് വീഡിയോ ഉടൻ തന്നെ വരുന്നതാണ്. ഇനി ഡിലേ ഇല്ലാതെ തന്നെ പെട്ടെന്ന് ഉടൻ തന്നെ അടുത്ത വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുന്നതാണ്. പുതിയതായിട്ട് തുടങ്ങിയതുകൊണ്ട് ഞങ്ങൾ കുറച്ചെല്ലാം പഠിച്ചു വരുന്നതേ ഉള്ളൂ. എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ പറഞ്ഞു തരിക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ബാഗ് ഇതുവരെ കിട്ടിയിട്ടില്ല. ഞങ്ങളുടെ ഗൈഡ് ഇപ്പോഴും വിളിച്ച് ചോദിച്ചു അതെന്താവുമെന്ന് ഒരു പിടിയില്ല. ഞങ്ങളാകെ ടെൻസ്ഡായിരുന്നു. എന്തായാലും പോയതല്ലേ, ഇനി എന്തായാലും അറ്റ്ലീസ്റ്റ് സ്ഥലമെങ്കിലും കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ് നമ്മൾ ആ ഒരു മൂഡിൽ പിന്നെ അങ്ങോട്ട് യാത്ര കണ്ടിന്യൂ ചെയ്യാൻ ഉണ്ടായത്. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ ഉടൻ തന്നെ വീണ്ടും കാണാം. See you again. Bye.